സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് സ്ഥിരീകരിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി. കള്ളന്മാർ പറയുന്നതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉമർ ഫൈസി പറഞ്ഞത് തന്നെ ലക്ഷ്യമിട്ടാണ്. അത് കേട്ട് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് ബഹാവുദ്ദീൻ നദ്വി പറയുന്നത്. ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം എതിർവിഭാഗം ശക്തമാക്കി. മുഷാവറയിൽ ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ മീഡിയ വണ്ണോട് പ്രതികരിച്ചു. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം. ഞാൻ പോവുകയാണ്, നിങ്ങൾ യോഗം നടത്തിക്കോളി എന്ന് പറഞ്ഞത്. തങ്ങൾ യോഗം തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൈസ് പ്രസിഡന്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു. 3 സ്ഥലത്തും ചൊല്ലി പിരിഞ്ഞു. ഉണ്ടായത് ഇടതുപക്ഷ ചായ്വുള്ള ചില ആളുകൾ, അവരുടെ നേതാവാണ് ഉമർ ഫൈസി. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് സഹായകമായി അല്ലെങ്കിൽ തെളിവായ പല കാര്യങ്ങളും മൂപ്പര് നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ ഈ കൂടിയാലോചനകൾക്ക് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിഹാരം കാണേണ്ടി വരും, അല്ലെങ്കിൽ അവർ കൂടിയാലോചനയ്ക്ക് വിധേയരാകേണ്ടി വരും. ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണ്. വ്യാജമാണെന്ന് പറയാൻ കാരണം, ഇല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം. ഞാൻ പോവുകയാണ്, നിങ്ങൾ യോഗം നടത്തിക്കോളി എന്ന് പറഞ്ഞത്. തങ്ങൾ യോഗം തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൈസ് പ്രസിഡന്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു. 3 സ്ഥലത്തും ചൊല്ലി പിരിഞ്ഞു. ഉണ്ടായത് ഇടതുപക്ഷ ചായ്വുള്ള ചില ആളുകൾ, അവരുടെ നേതാവാണ് ഉമർ ഫൈസി. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് സഹായകമായി അല്ലെങ്കിൽ തെളിവായ പല കാര്യങ്ങളും മൂപ്പര് നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ ഈ കൂടിയാലോചനകൾക്ക് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിഹാരം കാണേണ്ടി വരും, അല്ലെങ്കിൽ അവർ കൂടിയാലോചനയ്ക്ക് വിധേയരാകേണ്ടി വരും. ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണ്. വ്യാജമാണെന്ന് പറയാൻ കാരണം, ഇല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. ഉമർ ഫൈസിയോട് പുറത്ത് നിൽക്കാൻ ആ ചർച്ചയുടെ ഭാഗമായി താങ്കളില്ലാതെ ചർച്ച ചെയ്യണമെന്ന അർത്ഥത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടൻ തന്നെ ഉമർ ഫൈസി ഞാൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം ഒരു കടുത്ത പരാമർശം നടത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും സമസ്ത അധ്യക്ഷൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ പുറത്ത് നിൽക്കാനും അതിനുശേഷം അവർ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാനും ബാധ്യസ്ഥരാണ്. അച്ചടക്ക ലംഘനം, അതുപോലെ തന്നെ അച്ചടക്കം എന്നിത്യാദി കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഷാവറയാണ്. അവിടെ തന്നെയാണല്ലോ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് അതിന് തീരുമാനം ആ ബോഡി എടുത്തുകൊണ്ട് നമ്മളതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. യെസ്, മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ബഹാവുദ്ദീൻ നദ്വി തന്നെയാണ് ഈ കാര്യം, മുഷാവറ അംഗം കൂടിയായ അദ്ദേഹമാണ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്, ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഉണ്ടായില്ല എന്ന് സംസ്ഥ പറഞ്ഞതിനെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ ആദ്യം ഈ വാർത്ത പുറത്തു വിട്ടപ്പോൾ സംസ്ഥയുടെ നേതൃത്വത്തിൻ്റെ സംസ്ഥയുടെ ഓഫീസിൽ വന്ന വാർത്താക്കുറിപ്പ് ഇത് നിഷേധിക്കുന്ന തരത്തിലായിരുന്നു. അതേസമയം അതേ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ആ വിഷയത്തിൽ തന്നെ ഉമർ ഫൈസിയുമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിങ്ങളെല്ലാവരും കള്ളന്മാരെന്ന വാക്കുകൾ പ്രകോപിതനായി ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നില്ല. പിന്നീട് വൈസ് പ്രസിഡന്റാണ് പ്രാർത്ഥനയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നതോടുകൂടി ശരിക്കും ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ധന്യ പറഞ്ഞതാണ്, അതായത് നിഷേധിച്ചുകൊണ്ട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പിന് കൂടി മുഷാവറംഗവും മുതിർന്ന നേതാവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തള്ളുകയാണ്. ഇന്നലെ തന്നെ ആ വാർത്താക്കുറിപ്പിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു. കാരണം ആദ്യം വന്ന വാർത്താക്കുറിപ്പിൽ ചില അക്ഷരതെറ്റ് കാരണം മാറ്റി വന്നിരുന്നു. അതിൽ പോലും സാധാരണഗതിയിൽ ഒരു നിഷേധിക്കുകയാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ പറഞ്ഞു എന്ന രീതിയിൽ പേരുകൾ പറയാറുണ്ട്. പകരം അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനം താഴെ ജനറൽ സെക്രട്ടറി എന്ന് മാത്രം പറഞ്ഞ് എഴുതിയിരിക്കുക, അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല, പകരം ഒപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അത്തരത്തിൽ അസ്വാഭാവികത ശരിക്കും ആ വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ ഓൺ ചെയ്യാൻ മുഷാവറങ്ങളോ മറ്റാരെങ്കിലോ, ഇപ്പോൾ അല്പസമയം മുമ്പ് സമദ് പൂക്കോട്ട് സംസാരിച്ചപ്പോഴും അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് പറയേണ്ട ജനറൽ മാനേജറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമസ്തയുടെ ഔദ്യോഗിക ഓഫീസിൽ വന്ന വാർത്താക്കുറിപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ സംഭവത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്നലെ ആ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് സ്ഥിരീകരിച്ച് രംഗത്ത് വരാൻ മുഷാവറ അംഗങ്ങൾ തന്നെ തയ്യാറാവുന്നു. 2, അത് നിഷേധിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് എങ്ങനെ
വന്നു എന്ന കാര്യവും അതും ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടി നേതാക്കൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് അല്പസമയം ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉമർ ഫൈസി മുക്കവും മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 3 മണിക്ക് മാധ്യമങ്ങളെ വിശാലമായി കാണാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി ഒരുപക്ഷേ ആ പൊട്ടിത്തെറി അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തും എന്ന് പറയേണ്ടി വരും. കാരണം അതിന് മറുപടി പറയും. ഇതുവരെ ഉമർ ഫൈസിക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയാൻ കൂടി തീരുമാനിക്കുന്നതോടുകൂടി എന്തായാലും ഇക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന നേതൃത്വത്തിന് കടക്കേണ്ടി വരും എന്നുള്ള സൂചനയുണ്ട്. നേരത്തെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നീങ്ങിയിരുന്നത് ലീഗ് അനുകൂല വിഭാഗമായിരുന്നു. അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും മുഷാവറയ്ക്ക് കത്ത് നൽകുകയും ചെയ്തു. അതേസമയം ഇതുവരെയുള്ള എല്ലാ വിവാദങ്ങളിലും അദ്ദേഹത്തെ സംരക്ഷിച്ച് നടത്തിയിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം എന്ന നിലയിൽ അദ്ദേഹത്തിന് സംരക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. അതേസമയം ഇനി അദ്ദേഹം കൂടി പ്രകോപിതനായ സാഹചര്യത്തിൽ ഉമർ ഫൈസി മുഖത്തിനെതിരായ നടപടി ഉണ്ടാവുമെന്നുള്ള സൂചനകൾ സംസ്ഥാന വൃത്തങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും നടപടി വേണം എന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുന്നു. നേരത്തെ ലീഗ് അനുകൂല വിഭാഗം മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മുഷാവറയിൽ പങ്കെടുത്ത നല്ലൊരു വിഭാഗം ആൾക്കാരും ഉമർ ഫൈസിയുടെ നീക്കം ശരിയായില്ല, നടപടി ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് പൊതുവെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇനി സംസ്ഥാന നേതൃത്വം ഇതിനെ എങ്ങനെ കാണുന്നു, എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. അതായത് ഒരു അച്ചടക്ക ലംഘനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അത് മുഷാവറയായിരുന്നു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പൂക്കുട്ടൂർ ഉൾപ്പെടെയുള്ള വിഭാഗം ഇതിന് ഏത് തരത്തിലാണ് ഇതിൽ പ്രതികരിക്കുന്നത്? ഇന്നലെ ശരിക്കും ആമുഖത്തിൽ തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു. കാരണം നിരവധി കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാം. അത്തരം ചർച്ച നടത്തുമ്പോൾ ഉമർ ഫൈസി സ്വാഭാവികമായിട്ടും പുറത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ശരിക്കും യോഗത്തിലേക്ക് പോകുന്നത്. മറ്റ് അജണ്ടകളൊക്കെ ചർച്ച ചെയ്ത് അവസാനം ഈ ഒരു അജണ്ടയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമർ ഫൈസി പുറത്ത് നിൽക്കുന്നതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അതായത് ഇന്നലെ എന്തെങ്കിലും നടപടി എടുക്കുന്നതിനപ്പുറത്തേക്ക് ആ വിഷയം ചർച്ച ചെയ്യുക, അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു താക്കീത് വല്ലതും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ആലോചനയുടെ ഭാഗമായി ഒരു വലിയ കടുത്ത നടപടി അല്ലെങ്കിൽ പോലും അതിനെ ആ ഒരു പരാതികളെ പരിഗണിച്ചുകൊണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്.